ബെറി മരങ്ങളൊക്കെ ഇങ്ങനെ കൊമ്പൊക്കെ ഞാന്ന് എടുക്കുന്നുണ്ട് വെച്ചെങ്കിൽ നമുക്കിതുപോലെ ബഡ് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഏകദേശം ഇവിടെ മുതൽ ഇതുവരെയുള്ള തൊലി കളയാം. ഇങ്ങനെ തൊലി കളഞ്ഞിട്ട് ഇതിലേക്ക് മണ്ണ് വെച്ച് പിടിപ്പിക്കുക. നല്ല ചെളിമണ്ണ്, ഇതുപോലത്തെ മണ്ണുകളുണ്ടല്ലോ, അങ്ങനത്തെ മണ്ണ് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ഇവിടെ ആയിട്ട് വേര് മുളക്കും. അപ്പോൾ ഇതിൻ്റെ ഇവിടെ വെച്ച് മുറിച്ചിട്ട് നമുക്ക് വീണ്ടും പുതിയൊരു ചെടി നടാം. ഇതുപോലെ മൊത്തം എല്ലാ ഭാഗത്തും ചെയ്യാം. ഇതുപോലെ ചെയ്യാം, ചുറ്റും എല്ലാ ഭാഗത്തും ഇങ്ങനെ ചെയ്തിട്ട് നമുക്കിതിലേക്ക് നല്ല ചെളിമണ്ണ് നോക്കിയിട്ട് ചേർത്ത് വെച്ചിട്ട് അതിൽ പ്ലാസ്റ്റിക്കിൻ്റെ എന്തെങ്കിലും കൊണ്ട് അടച്ചു വയ്ക്കാം. അതിൻ്റെ രീതി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ നല്ല ചെളിമണ്ണ് നോക്കിയെടുക്കുക, നല്ല ചെളിയുള്ള മണ്ണ്, എന്നിട്ട് ഇതിലേക്ക് ഇടുക. നല്ലപോലെ കുഴക്കുക. നമ്മൾ പുട്ടിന് പത്തിരിക്കൊക്കെ മാവ് കുഴക്കില്ലേ, അതേപോലെ നല്ലപോലെ കുഴക്കണം. ഓക്കെ, എന്നെ ട്രോളാനൊന്നും നിൽക്കണ്ട, എന്നെ ഞാൻ തന്നെ ട്രോളിക്കൊണ്ട് ഇതുപോലെ നന്നായി കുഴക്കുക. ഓക്കെ, ഇതുപോലെ ഉരുളാക്കിയിട്ട് നമ്മൾ വീണ്ടും ഇവിടെ എത്തി. ഓക്കെ, എന്നിട്ട് ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. ഇതിൻ്റെ ചുറ്റും നല്ലപോലെ വെച്ച് പിടിപ്പിക്കണം. ഓക്കെ, ഇതിങ്ങനെ വെച്ച് പിടിപ്പിക്കാം. വെള്ളം കൂടിപ്പോയോ എന്നൊരു ചെറിയ സംശയമുണ്ട്. ഇതുപോലെ വെച്ച് പിടിപ്പിക്കുക. ഓക്കെ, ഒരാഴ്ച ഇതിങ്ങനെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ വേര് മുളയ്ക്കും. ഇവിടെ മുറിക്കുക, പുറവശത്ത് ഇതിൻ്റെ ബാക്ക് ഭാഗത്ത് മുറിച്ചതിന് ശേഷം കുഴിച്ചിടുക. പുതിയ ഒരു മരം ഇതിൽ നിന്നുണ്ടാവും നമുക്ക്. അതിനുശേഷം ഇതുപോലത്തെ പ്ലാസ്റ്റിക് കൊണ്ട് ഇതിങ്ങനെ അടയ്ക്കുക. ഇതുപോലെ രണ്ട് സൈഡും കെട്ടി കൊടുക്കണം. അടച്ചതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കൊണ്ട് ഇത് നന്നായിട്ട് മൂടിയിട്ട് ഈ സൈഡും കെട്ടി കൊടുക്കും. ഇത് ഞാനത് ചെയ്യുന്നത് ഖത്തറിലാണ്, നാട്ടിലല്ല. ഇതുപോലെ ഞാൻ ചെയ്ത മരങ്ങൾ ഒരുപാടുണ്ട് ഇവിടെ, ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ അതിലൂടെ ചെയ്തതാണ്, ഈ ബഡ്ഡിങ്ങിലൂടെ ചെയ്തിട്ടുള്ളതാണ് ഈ സംഭവം. ഇതും ഞാൻ അതുപോലെ ചെയ്തിട്ടുള്ളതാണ്, ബഡ്ഡിങ്ങിലൂടെ. ഇതേ നിൽക്കുന്നു, അത് അവിടെയുണ്ട്, അതും ഞാൻ ഇതുപോലെ ചെയ്തിട്ടുള്ളതാണ്. ഈ രണ്ടും അതുപോലെ ചെയ്തിട്ടുള്ളതാണ്, ബഡ്ഡിങ്ങിലൂടെ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. അപ്പോൾ ശരി, അടുത്ത വീഡിയോ ആയിട്ട് കാണാം.